ശശി തരൂരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടു. പിന്നാലെ മാധ്യമങ്ങളെ കാണാതെയാണ് ശശി തരൂർ മടങ്ങിയത്. കേരളത്തിലെ സംരംഭങ്ങളെ അഭിനന്ദിച്ച് തരൂർ ലേഖനം എഴുതിയതിന് പിന്നാലെ അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തത്. CB ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, എന്തായാലും ശശി തരൂർ വിഷയത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടന്നത്. ഇന്ന് വൈകിട്ട് 5:30 രാഹുൽ ഗാന്ധി, അതായത് സോണിയാഗാന്ധിയുടെ 10 ജന്മത്തിലെ വസതിയിൽ ശശി തരൂർ എത്തുകയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏകദേശം കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടു. പിന്നീട് രാഹുൽ ഗാന്ധിയോടൊപ്പം ശശി തരൂർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തി. അവിടെയും മല്ലികാർജ്ജുൻ ഖർഗെയുമായും KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടെല്ലാ നിലയും ശശി തരൂർ തൻ്റെ നിലപാട് അറിയിച്ച ശേഷം തരൂർ പെട്ടെന്ന് മടങ്ങുകയും ചെയ്തു. എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിന് ഈ ഒരു വിഷയത്തിൽ ഒരു അനുനയ ശ്രമം തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തിയതെന്ന് പറയേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കോൺഗ്രസ് വളരെ വലിയ അതൃപ്തി VD സതീശൻ അടക്കമെല്ലാം നിലയും ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം നിലയും പരസ്യമായ പ്രസ്താവനയ്ക്ക് നീങ്ങുന്നൊരു പശ്ചാത്തലമുണ്ടായി. അപ്പോഴെല്ലാം നിലയും ശശി തരൂർ ഈ ഒരു LDFിൻ്റെ വികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി നോക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ രാഷ്ട്രീയ അന്തരീക്ഷം വിശദീകരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല രാഹുൽ ഗാന്ധിയുമായി ഏകദേശം 2 വർഷത്തിലധികമായി അദ്ദേഹം നേരിട്ട് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിരുന്നില്ല. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചു. മാത്രമല്ല ഇതിൽ സംസ്ഥാനത്ത് തന്നെ രാഷ്ട്രീയമായി മാറ്റി നിർത്തുന്നതും നിരവധി വേദികളിൽ നിന്നും എല്ലാ തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന എല്ലാ നിലയും കൃത്യമായി ശശി തരൂരിനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശശി തരൂർ പിന്നീട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും KC വേണുഗോപാൽ പിന്നീട് ഈ മാധ്യമങ്ങൾ കണ്ടെന്ന് സംസാരിച്ചത് എല്ലാം കൂളാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു. ഇതിൽ രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല. രാഹുൽ ഗാന്ധിയാണ് ശശി തരൂരിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. എന്തായാലും UDFിനും കോൺഗ്രസിനും ഒപ്പമായിരിക്കും ശശി തരൂർ എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം ഒരു വെടിനിർത്തൽ, അതായത് ഇനിയൊരു പരസ്യമായ പ്രസ്ഥാനം വേണ്ട എന്നൊരു നിലയിലേക്ക് ഒരു സമവായം ഉണ്ടാക്കി എന്ന് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. എന്തായാലും വളരെ വലിയ രീതിയിലൊരു ഈ LDF സർക്കാരിൻ്റെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന വലിയ രീതിയിലാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. പക്ഷേ ആ ഒരു നിലയ്ക്ക് ഈ ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഹൈക്കമാൻഡും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വികസനം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നടപടിയെടുക്കുക എന്നുള്ളത് തീർത്തും അത് എന്തായാലും ഈ സാഹചര്യത്തിൽ ശശി തരൂരിനെതിരെ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. CB ജോസഫ് വിവരങ്ങൾ നൽകിയത്.